മക്കളെ, ഇപ്പോഴൊരു ശബ്ദം കേട്ടില്ലേ? ആ ശബ്ദം തുമ്പിയുടെയും തത്തമ്മയുടെയും അച്ഛനായ ഗോപിച്ചേട്ടൻ്റെതാണ്. ഇയാളൊരൊറ്റ മനുഷ്യനാണ് ഈ മക്കളെ അമിതമായി കൊഞ്ചിച്ചും ലാളിച്ചും ഇത്രമേൽ വഷളാക്കിയത്. 40-42 വയസ്സായെങ്കിലും ഇപ്പോഴും 10 വയസ്സിന്റെ കൊഞ്ചലും സ്വഭാവവുമാണ് ഈ മക്കൾക്ക്. ഈ അച്ഛൻ ഈ മക്കളെ സ്നേഹിക്കുകയും സഹിക്കുന്നതും പോലെ ഈ സ്കിറ്റ് തീരുന്നതുവരെ നിങ്ങളും ഈ മക്കളെ സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്യണേ. വെണ്ണിലവ് കണ്ണ വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണമുള്ള. 2 അടി കുറവുണ്ട്. അപ്പേ അളന്നു വരുമായിരുന്നോ? 2 അടിയുടെ കുറവുണ്ടെന്ന്. അതല്ല, നിങ്ങൾക്ക് 2 പേർക്കും 2 അടിയുടെ കുറവുണ്ട്. എന്തിനാ അപ്പേ? എന്ത് കോലമാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരാ എന്നെ ഈ കോലത്തിലോട്ടാക്കിയത്? ആരാണ് ആക്കിയത്? തത്തമ്മേ തുമ്പി നിർത്ത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുവാൻ, ഇനി മേലെ ഇങ്ങനെ കുസൃതി കാണിക്കുവാണെന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിനും ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും. അപ്പൊ നമ്മളെ കൊണ്ട് കളയൂല്ലേ? നമ്മളെ കളഞ്ഞ പൂച്ചാണ്ടി പിടിക്കത്തില്ലേ അപ്പേ? അച്ഛയുടെ തുമ്പിക്കുട്ടി ആരാണ്? അച്ഛയുടെ തത്തമ്മക്കുട്ടി ആരാണ്? ഞാനല്ല. 2 പേരും അച്ഛൻ്റെ അടുത്ത് വരത്തില്ല. ഇല്ല. ഞാൻ വിളിച്ചാ വരത്തില്ല. എന്നാ 2 പേരും ഇങ്ങോട്ട് വരുത്താനുള്ള വഴി എനിക്കറിയാം. അച്ഛട്ട പൊന്നാണ്, അച്ചച്ചി മുത്താണ്, അച്ഛട്ട കുഞ്ഞാണ്, അച്ഛട്ട കിളിയാണ്, അച്ഛട്ട 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 മുത്താണ്. അപ്പൊ ഇനി ഞങ്ങളുടെ പെണ്ണുങ്ങളിലോട്ട് ഞങ്ങൾക്ക് സഹിക്കത്തില്ല അപ്പേ. നിങ്ങളോട് ഇനി അപ്പൊ ഒരിക്കലും പണങ്ങത്തില്ല. സത്യാണല്ലോ. സത്യം ആണോ? തട്ടി തത്തി എനിക്ക് തട്ടി തത്തി. പിന്നെ മക്കളെ, എനിക്ക് നിങ്ങൾ 2 പേരോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എന്താ അപ്പേ? അപ്പൊ ഇന്നോ നാളെയോ പറയുന്നില്ല. എന്തായാലും വന്നതല്ലേ മക്കളെ. താണ്ടേ ഈ പാലങ്ങോട്ട് 2 പാല് 2 പേരും കുടിക്കാൻ. അപ്പയാ പറഞ്ഞ പാല് 2 പേരും കുടിക്കാനായിട്ട്. അപ്പൊ അപ്പയ്ക്കോ? അപ്പയ്ക്ക് വേണ്ട മക്കളെ. നിങ്ങൾ കഴിക്കുന്നതാണ് അപ്പയുടെ സന്തോഷം. നിങ്ങൾ കഴിച്ചിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ആ കുറച്ച് സാധനം ഞാൻ കഴിച്ചോളാം. കുടിച്ചോ. അപ്പക്കില്ലേ അപ്പക്കില്ലേ അപ്പയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പ കുറച്ചേ കുടിക്കത്തുള്ളൂ. നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി അത്രയും മാത്രം. നല്ല അപ്പല്ലേ? നല്ല അപ്പ. മക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് 10 വയസ്സുള്ള സമയത്ത് നാടകം തുടങ്ങി ബാപ്പുവ. നിങ്ങളുടെ അമ്മ സൗദാമിനി നിങ്ങളെ 2 പേരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടങ്ങ് പോയി. ഇതെന്താണെന്ന് അറിയാവോ? കൊടവയറല്ലേ? അല്ല, ഇവിടെ തത്തയും ഇവിടെ തുമ്പി ഇരുന്നതാണ്. അപ്പൊ അപ്പയുടെ വയറ് തത്തക്കും തുമ്പിക്ക് ഇരിക്കാത്ത മരത്തിലാണോ അപ്പ? അയ്യോ, ഏറ്റില്ല. കൊള്ളത്തില്ല. പിന്നെ മോളെ തുമ്പി, അപ്പുറത്ത് നമ്മുടെ ചെടിച്ചട്ടിയുടെ അവിടെ കുറച്ച് കല്ല് കിടപ്പും, അതെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റി പുറകെ കൊണ്ടിടണം. ശരി അപ്പേ. തുമ്പിയോട് പോകാൻ പറഞ്ഞപ്പോ നീ എന്തിനടി പോണത്? അപ്പേ, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് മോശമല്ലേ അപ്പേ? ഏറ്റില്ല. അയ്യോ, സൂപ്പർ കോമഡി, അടിപൊളി കോമഡി. ഇങ്ങനത്തെ കോമഡിയാണ് പറയേണ്ടത്. ഞാനങ്ങനെ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ കോമഡി. ശൗചാലയം ആ നിലവാരത്തിലുള്ള കോമഡി ആപ്പി അവിടെ അടിച്ചത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളുടെ അമ്മ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ 2 പേരോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പൊ ഇന്നോ നാളെ ഞാൻ പറയുന്നില്ല. എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്റെ സൗദാമിനി, നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ? ഗോപിയേട്ടാ, മക്കളെ വിഷമിപ്പിക്കല്ലേ. നന്നായിട്ട് നോക്കണം. ഞാൻ ഈ ആകാശത്ത് നക്ഷത്രമായിട്ടിരുന്ന എല്ലാം കാണുന്നുണ്ട്. ഇത്രോ നക്ഷത്രത്തിലൊക്കെ ഈ ടോപക്കുന്ന നക്ഷത്രം ഏതാണെന്ന് പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യണ്ടാ, വന്ന് ബ്രെഡ് കഴിക്കേ. വേണ്ട അപ്പേ. അപ്പയാ പറയുന്ന വന്ന് ബ്രെഡ് കഴിക്കേ. ബ്രെഡ് കഴിക്കാൻ ഞങ്ങൾ കഴിക്കത്തില്ല. നിങ്ങളെ ഇതെങ്ങനെ കഴിപ്പിക്കണമെന്ന് അപ്പക്കറിയാം. തപ്പോട്ട് നീ തപ്പോട്ട്, പപ്പച്ചി പപ്പച്ചി തപ്പോട്ട്, അപ്പൻ തിന്നാൻ തപ്പോട്ട്,
തപ്പോട്ടുണ്ടി തപ്പോട്ട്. മതി. മതിയാ? ആ. നിറഞ്ഞ ഇത്ര പെട്ടെന്ന്? അതല്ല ഈ മാട്ട പാട്ട് മതിയെന്ന്. അങ്ങനെയായില്ലേ? അച്ഛന്റെ പാട്ട് ഇപ്പൊ മാട്ടപ്പാട്ട്. അച്ഛൻ വെറും മാട്ട. അയ്യോ, അപ്പൊ നല്ല പാട്ടാച്ചായി. നല്ല പാട്ട്. കിട്ടില്ലം പാട്ടാച്ച, കിട്ടില്ലം പാട്ട്. കിടിലൻ പാട്ടാണ്. സൂപ്പർ പാട്ട്. സൂപ്പർ പാട്ടാണ്. താങ്ക് യു, താങ്ക് യു. എന്തിനാ സൂപ്പർ പാട്ടെന്ന് പറഞ്ഞേ? എവിടെങ്കിലും ചെന്ന് കേറി കൊടുക്കട്ടെ, അവിടെ പാട് ഉടനെ കിട്ടും. അത്ര തന്നെ മക്കളെ. എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ പേ? അപ്പൊ ഇന്നോ നാളെയോ ഞങ്ങൾക്ക് ആരുമില്ല. അപ്പ ഇതെല്ലാം പറയണത് അപ്പേ. എന്റെ സൗദാമിനി, നീ ഇവർ രണ്ടുപേരുടെ ഇടക്കായിട്ട് അങ്ങ് പോയി. ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന നീ കാണുന്നുണ്ടോ? ഗോപിയേട്ടാ, മക്കളൊന്ന് പിണങ്ങിയല്ലേ? അനുഭവിച്ചോ? നിങ്ങൾ ഒരൊറ്റ മനുഷ്യനാ ഇവരെ കൊഞ്ചിച്ചും പുന്നാരിച്ചും ഇത്രയും വഷളാക്കിയത്. അതാ ഇതെല്ലാം എനിക്ക് കിട്ടും. എന്താ ഇപ്പൊ കരയുന്നേ? ഞാൻ കരഞ്ഞില്ല. അപ്പൊ കരഞ്ഞു. ഞാൻ കരഞ്ഞില്ല. അപ്പൊ കരഞ്ഞു. കരഞ്ഞില്ല. അപ്പയുടെ ചങ്കൊന്ന് പെടഞ്ഞാൽ അറിയാൻ ഞങ്ങൾക്ക് എന്താന്ന്. എന്തിനാ കരഞ്ഞെന്ന് പറയട്ടെ. പറ. ഇന്നും സവാള എറിഞ്ഞല്ലേ? ഇന്നും ചപ്പാത്തി ഉള്ളിക്കറിയും. നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിച്ച് നിങ്ങൾക്ക് എത്ര വയസ്സായെന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടോ? അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എത്ര കല്യാണാലോചനകൾ ഇവിടെ വന്നെന്നറിയാവോ? എല്ലാം എന്നെ കാണാൻ വരുന്ന കല്യാണ പയ്യന്മാരെല്ലാം തത്തമ്മ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടല്ലേ പോണത്. അവസാനം തത്തമ്മ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുമ്പോ ഞാൻ ഈ വീട്ടിനകത്ത് മൂക്കി കൂടെ പല്ലും തടിച്ചീർപ്പനായി വരും മരിച്ച. എന്റെ പൊന്നു മോളെ, നീ മിണ്ട. നിന്നെ കെട്ടാനും ഒരാള് വരും. അങ്ങ് ദൂരേന്ന് അലങ്കരിച്ച കുതിരവണ്ടിയിൽ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഒരുപാട് സമ്മാനങ്ങളും ബലൂണുമായിട്ട് ഒരു രാജകുമാരൻ വരും. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ വേണ്ട. ക്രിസ്മസ് അപ്പൂപ്പന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറയാം. വേണ്ട ചുവന്ന കസേരയിൽ ചെറുക്കരിക്കണുണ്ടോ? വലിയ സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ഒരു പയ്യൻ മതി എനിക്ക്. സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷെ മോളുടെ അത്ര സൗന്ദര്യമില്ല. വേണ്ടപ്പേ, അല്ലേലും അത് വേണ്ട. എന്താ മോളെ? ശരിയാവത്തില്ല. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോഴേ എന്റെ കുറുകെ വന്ന് ചാടിയിട്ട് പറയുക 98472905 എന്റെ നമ്പരാ, എഴുതിയെടുത്തോളാം. അങ്ങനെ പറഞ്ഞ മോളെ, അപ്പയുടെ നമ്പർ എന്ന് പറഞ്ഞേടി. 98 ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നു. ഇപ്പൊ കണ്ട ഒരുത്തം വന്ന് നമ്പർ പറഞ്ഞപ്പോ അതങ്ങ് ഫീഡ് ചെയ്തു. സ്വന്തം തന്തയുടെ നമ്പർ നമുക്ക് അറിഞ്ഞൂടാ. എന്തോ ചെയ്യാനാണ് എന്റെ പൊന്നു മക്കളെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാൻ പോവാ. അപ്പൊ ഇന്നോ നാളെ കൊണ്ടു നിർത്താവോ? എന്നെ കൊണ്ടത് പറയാൻ സമയം. അപ്പൊ ഇന്നോ നാളെയോ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ആഹാരം മേടിക്കണം. അതിനല്ലേ ഞാൻ പറഞ്ഞൂടായിരുന്നോ? ഇത് പറയാൻ സമ്മതിപ്പിക്കട്ടെ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളത് പറഞ്ഞ എന്റെ ജീവനാണ്. നിങ്ങൾ രണ്ടുപേരും എന്റെ സന്തോഷമാണ്. നിങ്ങൾ ഇനി എത്ര വലുതായെന്ന് പറഞ്ഞാലും അപ്പയുടെ സ്വന്തം മക്കള് തന്നെയാണ്. കന്നിപ്പീലിത്തൂവലൊതുക്കും എങ്ങിനി തേക്കുരുന്നേ കുന്നോളം പുത്തൻ തന്നാലും മാറോരും വന്നു വിളിച്ചാലും കൈവിടാതെ വളർത്തും നിന്നെ ഈ കാഞ്ചന കൂട്ടിലുറക്കും. ഭയങ്കര മുട്ടുവേദനയാ. എന്തോ പറയാനാ. കുഴമ്പ് മേടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആ പൈസക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കട്ടെ. എന്റെ ദൈവമേ, എവിടുന്നെങ്കിലും ഒരു 25,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ പട്ടായി പോയി മുട്ടന്ന് തിരുമ്പിക്കായിരുന്നു. കൊള്ളാല. ഇതാണ് പ്രശ്നം. എപ്പോ നോക്കിയാലും കിടന്നങ്ങ് ഉറങ്ങിക്കണം. ഭക്ഷണം കഴിക്കണം എന്നുള്ള വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക്? തുമ്പി എഴുന്നേറ്റേ. തത്തമ്മേ എഴുന്നേറ്റേ. എഴുന്നേക്കുന്നതാണ് നല്ലത്. എന്തൊരു കഷ്ടമാണ്. ഇവര് കഴിക്കാതെ എനിക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ? എന്റെ കുഞ്ഞുങ്ങൾ കഴിക്കാതിരിക്കാൻ നേരത്ത് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്? അതുകൊണ്ട് മക്കൾ ഇങ്ങോട്ട് എഴുന്നേറ്റേ. ഇതെന്നാ വീരപ്പനും? അത് ശരി. അപ്പം ഉറക്കം തടിച്ച് രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ആഹാരം കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും പട്ടിണി. കൊള്ളാം മക്കളെ, കൊള്ളാം. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം കണ്ട് പഠിക്കണം. എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോ നിങ്ങളുടെ അമ്മ എഴുന്നേക്കുമായിരുന്നു. എന്നിട്ട് കുളിച്ചീറനണിഞ്ഞ് നേരെ തുളസിത്തറയിൽ വന്ന് വിളക്ക് വെക്കും. എന്നിട്ട് അവിടുന്ന് ഒരു തുളസിക്കതിരെടുത്ത് നേരെ തലയിലേക്ക് അങ്ങ് ചൂടും. എന്നിട്ട് അടുക്കളയിലേക്ക് കയറത്തുള്ളൂ. അടുക്കളയിൽ കയറി നേരെ ജനലേക്ക് തുറന്നിട്ട്
അപ്പുറത്തെ തങ്കമ്മേനെ വിളിക്കുന്ന തെറി. ആ തെറി കേട്ടാണ് ഞാൻ എഴുന്നേറ്റോണ്ടിരുന്നത്. ആ തിങ്കളാണ് ഇപ്പൊ എന്റെ മുമ്പിൽ എനിക്ക് തരാതെ ആഹാരം കഴിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പക്ക് ഞങ്ങളല്ലേ അപ്പേ ഉള്ളു, കരയല്ലേ അപ്പേ? എന്റെ സൗദാമിനി, നീ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊരു രസമായിരുന്നു ഇവരുടെ കുട്ടിക്കാലം. അയ്യോ, കന്നിപ്പീലി തൂവലൊതുക്കും കിങ്ങിണി തേക്കുരുന്നേ കുന്നോളം പുത്തൻ തന്നാലും മാനോരും വന്ന് വിളിച്ചാലും കൈവിടാതെ വളർത്തും നിന്നെ ഈ കാഞ്ചന കൂട്ടിലുറക്കും. ഇങ്ങോട്ടോ. ആർക്ക് പറഞ്ഞു ഇവിടെ കിടന്ന് ഇങ്ങനെ തുള്ളാനായിട്ട്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊഞ്ചയും കുഴയും ചെയ്യുന്നത്? എടാ റജീസാന്ദ്രെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നിന്റെ പിള്ളേരെ വീട്ടിൽ ഇരുത്തണം. എടാ, മക്കളുള്ള കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷെ അവരിപ്പോഴേ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തരുത്. കൊഞ്ചിച്ച് വളർത്തി കഴിഞ്ഞാ താണ്ടെ ഇതുപോലെ ആയിപ്പോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.